ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ 26 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് 1 വർഷം തികയുമ്പോൾ മേഖലയിൽ സുരക്ഷ ശക്തമാക്കി ഇന്ത്യൻ സൈന്യം. 2025 ഏപ്രിൽ 22-ന് ബൈസൺ വാലി പുൽമേടുകളിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ലഷ്കർ-ഇ-തോയ്ബ ഭീകരർ നടത്തിയ വെടിവെപ്പിലാണ് വൻ നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഈ ആക്രമണത്തിന് മറുപടിയായാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ സൈനിക നടപടി ആരംഭിച്ചത്. ആക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ നിലനിൽക്കുമ്പോഴും പഹൽഗാം ഇപ്പോൾ സജീവമായ വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിട്ടുണ്ട്. നിശ്ചിത പോയിന്റുകളിലെല്ലാം സൈനിക ചെക്ക് പോസ്റ്റുകളും കർശനമായ സുരക്ഷാ പരിശോധനകളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബൈസൺ വാലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് സഞ്ചാരികൾ ധാരാളമായി എത്തുന്നുണ്ടെങ്കിലും ശ്രീനഗറിലെ പ്രശസ്തമായ ട്യൂലിപ്പ് പുഷ്പോദ്യാനത്തിൽ എത്തുന്നവരുടെ എണ്ണത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് 50% കുറവുണ്ടായിട്ടുണ്ട്. സഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അധികൃതർ പഹൽഗാമിൽ പുതിയ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം അവതരിപ്പിച്ചു. കച്ചവടക്കാർ, കുതിരസവാരി നടത്തിപ്പുകാർ തുടങ്ങിയ എല്ലാ സേവനദാതാക്കൾക്കും ഈ കോഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്. സഞ്ചാരികൾക്ക് മൊബൈൽ ഉപയോഗിച്ച് ഈ കോഡ് സ്കാൻ ചെയ്യുന്നതിലൂടെ സേവനദാതാവിന്റെ പൂർണ്ണ വിവരങ്ങൾ അറിയാൻ സാധിക്കും. ഇത് തട്ടിപ്പുകൾ തടയുന്നതിനും പുറത്തുനിന്നുള്ള സമൂഹ വിരുദ്ധരുടെ നുഴഞ്ഞുകയറ്റം കണ്ടെത്താനും സഹായിക്കുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. മേഖലയിലെ ടൂറിസത്തിന് ഉണർവേകാൻ കത്ര ശ്രീനഗർ വന്ദേ ഭാരത് തീവണ്ടി സർവീസും അമർനാഥിലേക്കുള്ള പുതിയ യാത്രാമാർഗവും വലിയ പങ്കുവഹിക്കുന്നുണ്ട്. സുരക്ഷാ മുൻകരുതലുകൾ കർശനമാക്കുന്നതിനൊപ്പം വിനോദസഞ്ചാര മേഖലയെ സാധാരണ നിലയിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് സർക്കാർ. ഒരു വലിയ നീക്കത്തിന്റെ ഭാഗമായി ഈ മനോഹരമായ കുന്നിൻ പട്ടണത്തിൽ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് QR കോഡ് അടിസ്ഥാനമാക്കിയുള്ള തിരിച്ചറിയൽ കാർഡ് ലോക്കൽ പോലീസ് അവതരിപ്പിച്ചത്. ചുറ്റുമുള്ള കുന്നുകളിലൂടെ സഞ്ചരിക്കുന്ന പോണി ഹാൻഡ്ലർമാർ, ടാക്സി ഡ്രൈവർമാർ, നാടോടി സമൂഹങ്ങൾ എന്നിവരെ ഡിജിറ്റൽ ടാഗ് ചെയ്യുന്നു. ഓരോരുത്തരും ഒരു സവിശേഷ QR കോഡ് നൽകുന്നു. ഗൂഗിൾ ലെൻസ് പോലുള്ള ആപ്പുകൾ വഴി സ്കാൻ ചെയ്യുമ്പോൾ പേര്, മേൽവിലാസം, ഫോൺ നമ്പർ, ആധാർ വിശദാംശങ്ങൾ, പിൻകോഡ്, തൊഴിൽ എന്നിവയുൾപ്പെടെയുള്ള വിശദമായ വ്യക്തിഗത വിവരങ്ങൾ വെളിപ്പെടുത്തുന്നു. പാകിസ്ഥാൻ ഭീകരർ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിൽ 26 പേർ കൊല്ലപ്പെട്ടു. കൂട്ടക്കൊല തടയാൻ ശ്രമിച്ച ഒരു പോണി ഹാൻഡ്ലറുടെ ജീവൻ ഉൾപ്പെടെ. അതിന്റെ ഞെട്ടിപ്പിക്കുന്ന പരിണത ഫലമായി സുരക്ഷ ശക്തമാക്കാനും മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ നിരീക്ഷിക്കാനും അധികാരികൾ സാങ്കേതിക വിദ്യയിലേക്ക് തിരിഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ തിരിച്ചറിയൽ കാർഡുകളിൽ ഒന്നായിട്ടാണ് ലോക്കൽ പോലീസ് ഇതിനെ വിശേഷിപ്പിച്ചത്. ഏകദേശം 25,000 വ്യക്തികളെ തൽക്ഷണ പരിശോധന അനുവദിക്കുന്ന ഒറ്റ സ്കാൻ ചെയ്യാവുന്ന സംവിധാനത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നതാണ് ലക്ഷ്യം. പഹൽഗാമിൽ ഇതിനകം ഏകദേശം 7,000 QR കോഡുകൾ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ പ്രക്രിയ യാന്ത്രികമല്ല. പ്രാദേശിക പോലീസിന്റെ അഭിപ്രായത്തിൽ അപേക്ഷകർ ആദ്യം സ്ഥിരീകരണ ഫോമുകൾ സമർപ്പിക്കണം. അതിനുശേഷം പോലീസ് സമഗ്രമായ പശ്ചാത്തല പരിശോധനകൾ നടത്തുന്നു. ചെറിയ ക്രിമിനൽ രേഖകൾ അല്ലെങ്കിൽ ഒരു ചെറിയ കുറ്റകൃത്യത്തിലെ ഏതെങ്കിലും FIR പോലും ഒരു വ്യക്തിയെ ഒരു കോഡ് സ്വീകരിക്കുന്നതിൽ നിന്നും അയോഗ്യനാക്കും. ഒരിക്കൽ ക്ലിയർ ചെയ്താൽ പ്രാദേശിക ഖിദ്മത്ത് സേവന കേന്ദ്രങ്ങളിൽ നിന്നുള്ള സാങ്കേതിക സഹായത്തോടെ QR ഐഡന്റിറ്റി സൃഷ്ടിക്കപ്പെടുന്നു. പഹൽഗാമിൽ പുതിയ QR കോഡ് സംവിധാനം കർശനമായി നടപ്പിലാക്കുന്ന ജനപ്രിയ ടൂറിസ്റ്റ് ഹോട്ട്സ്പോട്ടുകൾ ഉൾപ്പെടെ ഏകദേശം 17-18 ദുർബല സ്ഥലങ്ങൾ അധികൃതർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അനധികൃത പ്രവേശനം തടയുന്നതിനും സന്ദർശക സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഈ സംരംഭം ലക്ഷ്യമിടുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് മാത്രമായി പരിശോധന പരിമിതപ്പെടുത്തിയിട്ടില്ലെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. വിനോദസഞ്ചാരികൾക്ക് പോലും ഐഡന്റിറ്റി സ്ഥിരീകരിക്കാൻ കോഡുകൾ സ്കാൻ ചെയ്യാൻ കഴിയും. കഴിഞ്ഞ വർഷത്തെ ദുരന്തത്തിന് ശേഷം വിനോദസഞ്ചാരികളുടെ സുരക്ഷ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ മാത്രമാണ് ഈ പരിപാടി രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്ന് പേര് വെളിപ്പെടുത്താതെ തന്നെ നിബന്ധനയോടെ ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.